ഹലോ! ഇന്നലെ എന്റെ അച്ഛന്റെ 57ാം പിറന്നാളായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രശ്മിനെ വിട്ട് കേക്കൊക്കെ വാങ്ങിപ്പിച്ചത് അച്ഛന് ചെറിയൊരു സർപ്രൈസ് ഒക്കെ കൊടുക്കണം എന്ന് കരുതിയിട്ടായിരുന്നു. പക്ഷെ അതൊക്കെ നല്ല നൈസ് ആയിട്ട് തന്നെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും അങ്ങനെ തന്നെയാ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലുള്ള അവസ്ഥ ഇതാ. പക്ഷെ എന്നെക്കാളും ശശി ചെയ്ത എന്റെ അച്ഛൻ തന്നെയാ കേട്ടോ. കണ്ടു കാണുമല്ലോ. മെഴുകുതിരി ഊതി കിടത്തുന്നതിന് മുന്നേ എന്റെ അച്ഛൻ കേക്കൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും രശ്മിയും ഞാനും മാത്രം ഉണ്ടാവുമെന്ന് വിചാരിച്ച പരിപാടിയാട്ടോ. പക്ഷെ നമ്മൾ പോലും പ്രതീക്ഷിക്കാണ്ട് കേവുട്ടി നികേഷേട്ടനും എന്റെ അച്ഛന്റെ പെങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു ശോകം ഫീൽ അങ്ങോട്ട് മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നികേഷേട്ടൻ. പക്ഷെ കിട്ടിയ ഗ്യാപ്പിൽ അച്ഛൻ ഒരു കഷ്ണം കേക്ക് നികേഷേട്ടന്റെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഉണ്ടൂസിനെയും കുഞ്ഞൂസിനെയും ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അച്ഛൻ അവർ രണ്ടാളും വിളിച്ചെഴുന്നേപ്പിച്ച് ഓരോ കഷ്ണം കേക്ക് അവരുടെ വായിൽ വെച്ച് കൊടുക്കുകയോ ചെയ്തത്. ഉണ്ടൂസിന് ഒരു കഷ്ണം കേക്ക് വായിൽ കിട്ടുമ്പോഴത്തേനും പിന്നെ അവളുടെ നോട്ടം മുഴുവൻ ആ കേക്കിലായിരുന്നു. കണ്ടാ കുതിച്ച് പറന്ന് ചപ്പിക്കല് കണ്ടാ. പക്ഷെ കുഞ്ഞൂസ് ഉറക്കത്തുനിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച എന്റെ ദേഷ്യത്തിലായിരുന്നു കേട്ടോ. അവളെ ആദ്യം കേക്കൊന്നും കഴിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അച്ഛൻ എങ്ങനെയല്ലോ ഒരു കഷ്ണം കേക്ക് എടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ അച്ഛന്റെ 57ാം പിറന്നാള് നമ്മളങ്ങനെ ചെറിയ രീതിയിൽ ആഘോഷിച്ചു ഗയ്സ്. ഇപ്പൊ അച്ഛനും ഹാപ്പി നമ്മളും ഹാപ്പി. അപ്പൊ ഓക്കെ ബൈ ബൈ.